അസ്സലാമലൈക്കും, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓയിൽ ഫ്രീ ആയിട്ടുള്ള റാഗിപ്പൊടിയും കരിപ്പൊട്ടിയും ഒക്കെ വെച്ച് തയ്യാറാക്കിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതിൽ നേന്ത്രപ്പഴവും കപ്പലണ്ടിയും ഒക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഹൈ പ്രോട്ടീൻ അടങ്ങിയതും ബ്ലഡ് ഉണ്ടാകാൻ സഹായിക്കുന്ന അയൺ കണ്ടൻറ്റ് അടങ്ങിയതുമായ ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ? അതിനായിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 175 ഗ്രാം കരിപ്പെട്ടിയാണ്. കരിപ്പെട്ടി മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കരിപ്പെട്ടി ആയതുകൊണ്ട് തന്നെ ശരീരത്തിന് ദോഷമൊന്നും വരില്ല. പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് തേങ്ങ ചിരകിയതും 1 കപ്പ് റാഗിപ്പൊടി, കുറച്ച് കപ്പലണ്ടി, ഇത്രയുമാണ് നമുക്കിനി ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കരിപ്പെട്ടി ഇട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് ഉരുക്കാൻ വെക്കാം. അതൊന്ന് മെൽറ്റായി വരുന്ന സമയം കൊണ്ട് കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ കപ്പലണ്ടി ഒന്ന് വറുത്ത് ഒരു മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ അതൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടില്ലേ, ആ നേന്ത്രപ്പഴം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് 10 മിനിറ്റ് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ പഴുപ്പ് കുറഞ്ഞ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ല തൊലി കറുത്ത പഴുത്ത നേന്ത്രപ്പഴമാണെങ്കിൽ പെട്ടെന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടും. ഇപ്പോൾ അതാ നേന്ത്രപ്പഴം എല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് തേങ്ങയുടെ പച്ചമണമൊന്ന് മാറി കിട്ടുന്നത് വരെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കരിപ്പെട്ടിയില്ലേ, അത് ഒന്ന് അരിച്ച് ചേർത്ത് കൊടുത്തിട്ട് കട്ടയൊന്നുമില്ലാതെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലായിടവും നല്ലതുപോലെ ഒന്ന് മിക്സായ ശേഷം 1 സ്പൂൺ ഏലക്കപ്പൊടിയും 1 നുള്ളു ഉപ്പും ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് റാഗിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം 1 കപ്പ് അളവിൽ റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം. റാഗിപ്പൊടി ചേർത്തതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ആവിയിൽ വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കപ്പലണ്ടിയും കൂടെ ചേർത്ത് എല്ലാം നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് ചൂടാറാൻ വയ്ക്കാം. ചൂടാറിയ ശേഷം വയനയിലയിലോ വാഴയിലയിലോ നമുക്കിത് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വയനയിലയാണ് എടുത്തിട്ടുള്ളത്. അത് കുമ്പിൾ കുത്തി എടുക്കുക. കുമ്പിൾ കുത്താൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അപ്പോൾ ഒരു ചെറിയ ഉരുളയാക്കി എടുത്ത് ഇതുപോലെ ഇതിലേക്ക് വെച്ച് കൊടുത്ത് പതിയെ ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടുകയും ചെയ്യും. നമുക്ക് വെന്ത് കിട്ടാനും എളുപ്പമാണ്. കണ്ടില്ലേ? അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവി കയറ്റുന്ന പാത്രത്തിലേക്ക് പറക്കി വെച്ച് കൊടുത്ത് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ മോൾക്ക് ബ്ലഡ് കുറവാണ് കേട്ടോ. അപ്പോൾ ഞാൻ റാഗിപ്പൊടിയും കരിപ്പൊട്ടിയൊക്കെ ഇട്ട് കുറുക്ക് കാച്ചി കൊടുക്കും, പക്ഷേ അവൾ കുടിക്കില്ല. ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്കിയപ്പോഴത്തേക്ക് പാത്രം കാലിയാവുന്ന വഴി അറിയില്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനെടുത്ത വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് കാണുന്നതുവരെ നന്ദി.